ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ ഇന്ന് തിരുക്കുറളിന്റെ ഭാഗം 2 അർത്ഥപ്രകരണം, രാജ്യാംഗത്തില് അധികാരം 82, തീ നൻപ്, ദുഷ്ട സംസർഗം, ദുഷ്ടസ്നേഹം, ഈവിൾ കമ്പനി ഈ വിഷയമാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തി മാമിനെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. ശാന്തി മാം, യുവർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് 82ാമത്തെ അധികാരമാണ്, തീ നട്പ്. തീ നട്പ് എന്ന് പറഞ്ഞാൽ മോശമായ സ്നേഹബന്ധം. അതായത് ഇതിനു മുന്നേയുള്ള അധികാരത്തിൽ നമ്മൾ നോക്കിയത് നട്പ് ആരായ്തൽ, എങ്ങനെയുള്ള നട്പിനെയൊക്കെ എടുക്കണം, ആ നട്പ് കൊണ്ട് എന്തൊക്കെയാണ് നന്മകളുണ്ട്, ആ നട്പ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് എന്തൊക്കെ മേന്മയുണ്ട് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഈ വരുന്ന ഈ 82ാമത്തെ ഇതിലും 83ാമത്തെ അധികാരത്തിൽ പറയുന്നത് മോശം ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ പറയുന്നത് ഈ തീ നട്പ്. തീ എന്ന് പറഞ്ഞാൽ തീമൈ, എന്നാൽ തിന്മ എന്നാണ് എൻ്റെ മീനിങ്. നട്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം. ഈ മോശമായ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് തിന്മകൾ ഉണ്ടാകുന്നത്, അതിനെ ആദ്യം പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടുള്ള ഈ മോശമായ നട്പിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അധികാരത്തിൽ മുഴുവനും പറയുന്നത്. ഇതിന്റെ അടുത്ത അധികാരത്തിൽ ഇതിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കാരണം ഈ തീ നട്പ് അല്ലെങ്കിൽ ഈ മോശമായ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് എന്തൊക്കെ മോശം പ്രവണതകൾ ഉണ്ടാവും, അതാണ് കൂടുതലും നമുക്ക് പല പല തെറ്റുകൾക്ക് മുന്നോടിയായിരിക്കുന്നത് ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടാണ് ഇത് 2 അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി 82 തീ നട്പ്. ആദ്യത്തെ കുറൾ 811ാമത്തെ കുറളാണ്. പരുകുവാർ പോലിനും പண்பு ഇലാർ കേൺമൈ പെരുകലിൻ കുன்றൽ ഇനിത്. അതായത് ഇപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദം തുടങ്ങുന്നത് തന്നെ എന്തെങ്കിലും ഒരു നന്മയിൽ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. അപ്പോ നമുക്കിപ്പോ ബസ് സ്റ്റോപ്പിൽ പോലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആരുടെങ്കിലും ഈ ബസ് പോയോ അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു നന്മ ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെയാണ് ഒരു സൗഹൃദം നമ്മൾ ആദ്യം സ്ഥാപിക്കുമ്പോൾ ഒരു നന്മയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോ പരുകുവാർ പോലിനും, അതായത് സ്നേഹ കൂടുതൽ കൊണ്ട് നമുക്ക് ഈ മോശമായ സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മളടുത്ത് എന്തായിരിക്കും അവർ കൂടുതലും, അതായത് മോശമായ ഫ്രണ്ട്ഷിപ്പ്, ആ സൗഹൃദം ചെയ്യുന്നത് നമ്മുടെ അടുത്ത് കൂടുതൽ സ്നേഹമുള്ളതുപോലെ കാണിക്കും. അതാണ് കാതൽ. പരുകുവാർ പോലിനും പண்பிലാർ, കൂടുതൽ സ്നേഹം കാണിക്കുന്നത് പോലെ കാണിച്ചിട്ട് കേൺമൈ പെരുകലിൻ കുன்றൽ ഇനിത്, അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുന്ന അവരെ നമ്മൾ കുറച്ച് ഭയക്കണം. അപ്പൊ ഈ മോശമായ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിനെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാളും, ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് വലുതാകുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞു വരുന്നതാണ്. കാരണം നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് നന്മയുണ്ടാവും. മോശമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് തിന്മ മാത്രമേ ഉണ്ടാകൂ. അത് കുറഞ്ഞു വരുന്നതാണ് നമുക്ക് നല്ലത്. അത് കൂടിക്കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. എന്നാൽ അത് ആ ഫ്രണ്ട്ഷിപ്പ് കൂടാതെ കുറഞ്ഞാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്മയേ ഉണ്ടാകൂ. അതുകൊണ്ടാണ് കേൺമൈ എന്ന് പറയുന്നത് സൗഹൃദം. പെരുകലിൻ എന്ന് പറഞ്ഞാൽ കൂടുന്നത്. കുன்றലിനിത്, ആ കൂടിക്കൂടി പോകുന്നതിനേക്കാളും, അതായത് സൗഹൃദം നീണ്ടു പോകുന്നത് കുറച്ചുകൂടി അടുപ്പത്തിലേക്ക് വരുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞു വരുന്നതാണ് ഇനിത് എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ്. ഓക്കെ, താങ്ക് യു. അധ്യായം 82 എല്ലാവർക്കും സ്വാഗതം. തീ നട്പു, ഹാംഫുൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ദുഷ്ട സംസർഗം. ആമുഖം. സ്വഭാവശുദ്ധിയില്ലാത്ത സുഹൃത്തുക്കളുമായുള്ള ബന്ധം ക്ഷയിച്ചു പോകട്ടെ, അതാണ് നല്ലത്. അവരുടെ നോട്ടം നിങ്ങളെ
സ്നേഹപൂർവം ആകർഷിക്കുന്നതായി ചിലപ്പോൾ തോന്നിയേക്കാം. ദുഷ്ടരായ ഇണകൾ അവർ പ്രയോജനപ്പെട്ടാൽ അടുപ്പമുള്ളവരും ഇല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവരുമായിരിക്കും. നമ്മൾ അവരെ നേടിയാലും നഷ്ടപ്പെട്ടാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തങ്ങൾ എന്ത് നേടുന്നു എന്ന് മാത്രം കണക്കാക്കുന്ന സുഹൃത്തുക്കൾ, തങ്ങൾക്ക് ലഭിക്കുന്ന പണം മാത്രം സ്വീകരിക്കുന്ന വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കള്ളന്മാർ, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് എന്നാണ് പറയപ്പെടുക. യുദ്ധക്കളത്തിൽ നിങ്ങളെ താങ്ങാൻ കഴിയാത്ത പരിശീലനം ലഭിക്കാത്ത കുതിരകളെ പോലെയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുന്നതിനേക്കാൾ ഏകാന്തതയാണ് നല്ലത്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത നിസാരരായ ആളുകൾ അവരുടെ വ്യർത്ഥമായ സൗഹൃദം നേടാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നിപ്പോ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ട് ആളുകൾക്ക്. പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. 811 കുറലിലേക്ക് മാത്രമായി കിടക്കുമ്പോൾ പരുകുവാർ പോലിനും പൺപിലാർ കേൺമൈ പെരികലിൽ കുണ്ടൽ ഇരുന്നു ആകെ വിഴുങ്ങുമ്പോലാകിലും ദുഷ്ടർതൻ സ്നേഹം ക്ഷയിപ്പതേ കാമ്യം എന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അമിത സ്നേഹത്തിലൂടെ നിങ്ങളെ തിന്നു കളയുമെന്ന് തോന്നുന്നവരുമായി സൗഹൃദം കുറയ്ക്കുന്നത് അതിന്റെ വർധനവിനേക്കാൾ വളരെ നല്ലതാണ്. ഈ നോർമൽ അല്ലാത്ത സംഗതികളെല്ലാം സൂക്ഷിക്കണം. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ നന്മയില്ല. ദുർജനങ്ങളുമായി ബന്ധമേറെ അരോചമാകിലും വളർന്നു പോവതേക്കാളും തുലയുന്നത് നന്മയാം എന്ന കവിവാക്യം. ഓവർ ടു ഓമന ടീച്ചർ. താങ്ക് യു സർ. കേൾക്കാവോ? കേൾക്കാം. The Tirukkural, a universal guide. The Tirukkural is a masterpiece of Tamil literature, composed of 1330 succulent couplets by the ancient philosopher Saint Tiruvalluvar. It serves as a comprehensive manual for living, offering timeless wisdom on the 3 pillars of human life: virtue, wealth, and love. Often called the world common creed, it is celebrated for packing the depth of the 7 seas into a single tiny mustard seed of verse. Chapter 82, the avoidance of evil company. Chapter 82, titled The Avoidance of Mean Associations, warns that our character is not just internal but is fundamentally shaped by the people we choose to keep close. Tiruvalluvar argues that while wisdom resides in the mind, the purity of that wisdom is constantly at the mercy of our social circle. As the proverb goes, if you sleep with the dogs, you will rise with the fleas. This chapter emphasizes that even a strong person cannot remain untainted by a toxic environment. Quran 8:11. Though felt like sucking with excess love, it is better to reduce company with bad people than growing it with an
Kural 8:11, the poisonous sweetness of bad company. Tirukkural 8:11 teaches that even if a friendship feels intoxicatingly sweet, it is safer to let it wither if the person lacks character. This is perfectly illustrated in the biblical story of Samson, whose excess love for Delilah became his ultimate undoing despite her repeated attempts to betray his secret strength to his enemies. Samson's infatuation blinded him to her toxic nature. Because he chose to grow this harmful connection instead of severing it, he eventually lost his power, his sight, and his freedom. His tragedy serves as a haunting reminder that a sweet tasting friendship with the wrong person is nothing more than a slow acting poison. Though felt like sucking with excess love, it is better to reduce company with bad people than growing it. Thank you, sir. അടുത്തത് 812 കുറളാണ്. ഉറിൻ നട്ട് അറിൻ ഉറും ഒപ്പ് ഇലാർ കേൺമൈ പെറിനും ഇഴപ്പിനും എൻ. അതായത് നമ്മളിപ്പോ ഈ മോശമായ ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് എന്താണ് നന്മ, എന്ത് തിന്മ എന്നുള്ളതെ കുറിച്ചാണ് പറയുന്നത്. ഉറിൻ നട്ട് അറിൻ ഉറുവും ഒപ്പ് ഇലാർ കേൺമൈ. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇപ്പൊ ഒരു കാശിന് ആവശ്യമാണെങ്കിൽ മാത്രം ആ സുഹൃത്തുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചെടുക്കുക. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യം ആ ഫ്രണ്ടിനെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹവുമായിട്ട് കൂടുതൽ ഫ്രണ്ട്സ് ആ സൗഹൃദം നിലനിർത്തുക. അതല്ലെങ്കിൽ തിരിഞ്ഞുപോലും നോക്കാതെ ചില ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഉള്ളവരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം നമ്മളെ ഉപയോഗപ്പെടുത്തുക, അത് കഴിയുമ്പോൾ എടുത്തു കളയുക. അങ്ങനെ ചില സൗഹൃദമുണ്ട്. അത് ശരിക്കും നല്ല സൗഹൃദം അല്ല. അപ്പൊ ആ സൗഹൃദം ഉള്ളത് കൊണ്ട് എന്ത് നന്മയാണ്? അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയില്ല. ഇനി അത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നമുക്കത് ഇല്ല എങ്കിലാണ് നന്മ കിട്ടുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഉറിൻ നട്ട് അറിൻ. ഉറിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കുക എന്ന ഒരു ആവശ്യകതയോട് കൂടി ആ സൗഹൃദം നിലനിർത്തുക. അറിൻ ഉറുവും ഒപ്പിലാർ, അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നും ഇനി നടത്താനില്ല എന്ന് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ അങ്ങ് കളഞ്ഞുക, പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അങ്ങനെയുള്ള കേൺമൈ എന്ന് പറഞ്ഞ സൗഹൃദം. പെറിനും ഇഴപ്പിനും എൻ, അത് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടോ, അല്ലെങ്കിൽ അത് ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം നമുക്ക് സംഭവിക്കുമോ? ഇല്ല. അതായത് നമ്മളോട് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്. അതിന് നമ്മൾ അതിന്റെ ഇൻക്ലൂഡ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൗഹൃദം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊരു നന്മയും ഇല്ല. എന്നാൽ അത് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോരുന്നതിൽ യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് ഈ കുറിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്. അവിടെയും നല്ലൊരു ചാപ്റ്ററാണ് വന്നിരിക്കുന്നത്. അധികാരം 82, തീനട്പ് ദുഷ്ട സംസർഗം. ഗാന്ധിജിക്ക് വളരെയധികം വേദനകളൊക്കെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കടക്കുന്നില്ല. ഇന്നത്തെ കുറിലേക്ക് വരികയാണ്. ഉറിൻ നട്ട് അറിൻ ഒരുവും ഒപ്പിനാർ കേൺമൈ പേരിനും ഇഴപ്പിനും എൻ. ഉറിൻ, തനിക്ക് ഗുണമായി ലാഭം ഉണ്ടാക്കുന്നിടത്ത് നട്ട് സ്നേഹം കാണിക്കും.
അറിയും ആ ലാഭം ഇല്ലാത്തിടത്ത് ഒപ്പില്ലാർ ബന്ധമില്ലാത്തവരാകും. അങ്ങനെയുള്ളവരുടെ കേൾമൈ കൂട്ട് പെറിനും ഉണ്ടായാലും എൻ എന്തു ഫലം, ഇഴപ്പിനും ഇല്ലാതായാലും എൻ എന്തു ഫലം. ഉണ്ടെങ്കിൽ സ്നേഹം ഇല്ലായിൽ അകലുവോർ ഉണ്ടാകിൽ ഇല്ലായിൽ എന്ത്. അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെങ്കിലും നേട്ടമില്ല, ഇല്ലായിരുന്നാലും നേട്ടമില്ല എന്നുള്ളത്. നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ട് എന്ന് കണ്ടാൽ സ്നേഹം കൂടാൻ മത്സരത്ത് വന്നെത്തും. കൈ ശൂന്യമാണെന്ന് കണ്ടാൽ യാതൊരു പരിചയഭാവവും കാണിക്കില്ല. വിരോധം കാണിക്കുകയും അപവാദങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു എന്നും വരും. വെറും അധമന്മാരാണ് അത്തരക്കാർ. അവരുമായിട്ടുള്ള ബന്ധം ഉണ്ടായാലും ഇല്ലാതിരുന്നാലും ഫലം ഒന്നു തന്നെയാണ്, നിഷ്പ്രയോജനം. ഓവർ. സാർ ഇല്ല നായന സാർ. അടുത്തതിലേക്ക് പോവാന്നേ. അല്ല, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇംഗ്ലീഷ് വായിച്ചിട്ട് പോവാം. ജോർജ് സാർ ഇല്ല. ഇല്ല. യെസ്. The nobility of love is freedom of lovers. Then yielding to that freedom is duty of good people. The nobility of love is freedom of lovers. Then yielding to that freedom is duty of good. എടുത്തത് മാറിപ്പോയി. 812. What use in gaining or losing friendship with the undeserving one who pretends love for advantage and keeps aloof otherwise? Over. Rule 612. What use in gaining or losing friendship with the undeserving one who pretends love for advantage and keeps aloof otherwise? Rule 813. 813. உருவது சீர்தூக்கும் நட்பும் பெறுவது கொள்வாரும் കൾവറും നേർ. ഈ കുറലിലും മോശമായ ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് എന്തൊക്കെ തിന്മയുണ്ടാവും എന്നതിനെ വേറൊരു ഉപമയുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഉറുവത് സീർതൂക്കും നട്പും. നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മളിൽ നിന്ന് എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ ആ സൗഹൃദം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഉറുവത് സീർതൂക്കും നട്പ് എന്ന് പറയുന്നത് അതാണ്. ഉറുവത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദത്തിന്റെ മേന്മ ചിന്തിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന, അതായത് മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്ന് മാത്രം ചിന്തിക്കുന്ന ആ സൗഹൃദം. സീർതൂക്കും നട്പ്. സീർതൂക്കും എന്ന് പറഞ്ഞാൽ തുലാക്കോൽ പോലെ എന്താണ്, ഇതാണോ ബെനിഫിറ്റ്, ഇതിലാണോ കൂടുതൽ കിട്ടുന്നത്, ഇതാണ് നമുക്ക് നല്ലത് എന്ന് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദത്തിൽ അങ്ങനെ നോക്കാൻ പാടില്ല. ആ സൗഹൃദം കൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം മാത്രമാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് അതുപോലെ സ്നേഹം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കേണ്ട ആ സ്ഥാനത്ത്, അതല്ലാതെ എനിക്ക് എന്തൊക്കെ നന്മ കിട്ടും എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള സൗഹൃദം. പെറുവത് കൊൾവാരും കൾവറും നേർ. അങ്ങനെയുള്ള ആ സൗഹൃദത്തെ അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ, കൊൾവാറും കൾവറും, അതായത് കള്ളനോട് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ കൊൾവാർ എന്ന് പറയുമ്പോൾ അതില് ഇത് വള്ളുവർ പറഞ്ഞിരിക്കുന്ന ആ മീനിങ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെയാണ്. അതായത് വിലൈ മഹൾ എന്ന് പറയും. അതുപോലെയാണ്. അവർ എങ്ങനെയെന്ന് വെച്ചാല് അവർക്ക് കിട്ടുന്ന കാശിനെ മാത്രമാണ്. അതായത് സംഘം ലിറ്ററേച്ചറിൽ തന്നെ പരത്തൈ എന്ന് പറഞ്ഞൊരു
ഒരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ഈ സംഘം ലിറ്ററേച്ചർ കഴിഞ്ഞു വരുമ്പോൾ കാപ്പിയം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം വരും. അവിടേക്ക് വരുന്ന സമയത്ത് അത് കണികൈ എന്നാവും. ചിലപ്പതികാരത്തിൽ വരുന്ന മാധവി ഒരു കണികയാണ്. അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ അത് അതിന്റെ വളർച്ച എന്ന് പറയുന്നത് പരത്തൈ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നിന്നും കണികൈ വരുന്നു. കണികയിൽ നിന്നുമാണ് ദേവദാസി, തേവരടിയാൾ എന്ന് വരുന്നത്. ഇത് വാക്കിന്റെ വളർച്ച മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഈ വിലൈമകൾ എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ പറയുന്നത് അവരെന്താണെന്ന് വെച്ചാൽ തന്നോട് വരുന്നവരുടെ ആ സ്നേഹബന്ധമോ അല്ലെങ്കിൽ സ്നേഹമോ വേണം എന്നല്ല ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, കാശ്. ആ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. അങ്ങനെയാണ്, അതാണ് ഈ കൊൾവാർ എന്ന് പറയുന്നത്. അത് ഇവിടെ വരുന്നത് ആ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിക്കാനാണ്. ഈ കൊൾവാർ എന്ന വാക്ക് അതിനാണ്. അതിന്റെ മീനിങ് വേറെയാണ്, കൊള്ളുന്നവർ എന്നാണ്, എറ്റിക്കൊള്ളുന്നവർ എന്ന മീനിങ് ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ആ വിലൈമകൾ എന്ന ഒരു മീനിങ്ങിലാണ്. അതും കൾവറും നേർ. കൾവർ എന്ന് പറയുന്നത് കള്ളർ എന്നാണ്. അവരാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും, ഈ കള്ളന്മാരാണെങ്കിൽ ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ മാല പിടിച്ച് പറിക്കുകയാണെങ്കിൽ അവര് ചിലപ്പോ കഴുത്തില് മുറിവേൽപ്പിച്ചിട്ടായിരിക്കും മാല പൊട്ടിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലും അവർക്ക് അതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം അവർ നോക്കുന്നത് അവരുടെ സന്തോഷം. എനിക്ക് കാശ് കിട്ടിയോ അത് മാത്രം അവർ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെയാണ് ആ മറ്റു സ്ത്രീകളും. അപ്പൊ അതുപോലെയാണ് ഈ വരുന്ന ഈ സൗഹൃദം ഉള്ളവർ. അവരാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആ സൗഹൃദം കൊണ്ട് എന്തൊക്കെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ സ്നേഹമല്ല അവർക്ക് ആവശ്യം, നമ്മുടെ സൗഹൃദമല്ല അവർക്ക് ആവശ്യം. നമ്മളിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ള ഒരു ആവശ്യകത മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വേണമോ എന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. കൊൾവാറും കൾവറും നേർ, അങ്ങനെയുള്ളവർ ഇതിന് ഇവരെ പോലെയാണ്. ആരെ പോലെ എന്ന് വെച്ചാൽ വിലൈമകളെയും കള്ളന്മാരെയും പോലെയാണ് എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. குறள் 813. உருவது சீர்தூக்கும் நட்புം പെറുவது കൊൾവാരും കൾവരും നേർ. ഇവിടെയൊക്കെ നല്ല പ്രാസങ്ങളുണ്ട്. കൊൾവാരും കൾവരും. കൊൾവാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നവർ. കൾവർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. ആ ഒരു പ്രാസത്തിലാണ് ഇവിടെ വള്ളുവർ കൊണ്ടുപോകുന്നത്. ഉറുവതും കിട്ടുന്ന ലാഭം മാത്രം, സീർതൂക്കും കണക്കാക്കുന്ന, എന്നാൽ ആരിൽ നിന്നാണോ അത് കിട്ടുന്നത് ആ സുഹൃത്തിനെ ഒട്ടും കണക്കാക്കാത്ത നട്പും ബന്ധുവും, ചെറുപത് കൊൾവാരും കൊടുക്കുന്നവരെ സ്നേഹിക്കാതെ കിട്ടുന്നതിനെ സ്നേഹിക്കുന്ന വേശ്യകളും, കൾവരും അന്യരുടെ ഉയർച്ച നോക്കാതെ അധപതനം മാത്രം കാംക്ഷിക്കുന്ന മോഷ്ടാക്കളും നേർ ഒരുപോലെ. അതായത് ലാഭം കണക്കാക്കും കൂട്ടരും ദുര ഏഴും വേശ്യയും കള്ളരും തുല്യം. സ്നേഹബന്ധത്തിന്റെയോ സ്നേഹത്തിന്റെയോ മഹത്വത്തിന് വേണ്ടിയല്ല, അതെ ആ ബന്ധത്തിൽ നിന്നും തങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും എന്ന് കണക്കാക്കി ആ ലാഭത്തിന് വേണ്ടി അടുത്തുകൂടുന്ന സുഹൃത്തുക്കളും കൂടെ കഴിയുന്ന ആൾക്കാർ ഒരിക്കലും സ്നേഹിക്കാതെ അവരിൽ നിന്ന് കിട്ടുന്ന ധനത്തെ മാത്രം സ്നേഹിക്കുന്ന വേശ്യകളും, അന്യർക്ക് ദുഃഖവും നഷ്ടവും എല്ലാം വരുത്തിവെച്ച് കൊണ്ട് സ്വന്തം സുഖവും നേട്ടവും മാത്രം തേടുന്ന മോഷ്ടാക്കളും ഒരുപോലെയാകുന്നു എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ജീവിത രീതിയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യരും ഉണ്ടായിരുന്നു സമൂഹത്തിൽ എന്നുള്ളതാണ്. ആ കൂട്ടുകെട്ടിനെ ചൂഷണം ചെയ്യുകയും ആവശ്യമുള്ളപ്പോൾ ചൂഷണം ചെയ്യും, മറ്റൊരു സമയത്ത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നതാണ്. ലാഭം കണക്കാക്കും കൂട്ടരും ദുര ഏഴും വേശ്യയും കള്ളരും തുല്യം. ഓവർ. Thank you, sir. Kural 813. Utilitarian friends, greedy and thieves are alike. Kural 813. The predatory friend. Tirukural 813 warns that friends who only stick around
for personal gain are fundamentally no different from common thieves. This harsh truth is vividly illustrated in the biblical account of Judas Iscariot, a man who held the title of friend while harboring the heart of a predator. Although he was a trusted disciple, he frequently stole from the group's communal money bag, proving his loyalty was rooted in greed rather than love. His utilitarian nature reached its peak when he decided to treat his relationship with Jesus as a commodity, eventually selling him out for 30 pieces of silver. In this betrayal, the line between a close companion and a calculating criminal completely disappeared, just as Tiruvullar described. Ultimately, Judas' story serves as a stark warning that when someone views a friendship as a business transaction, they have already stolen your trust. Utilitarian friends, greedy and thieves are alike. Thank you, sir. Over. 814 കുറളാണ്. അമരകത്ത് ആറ്റ് അറുക്കും കല്ലാമാ അന്നാർ തമരിൻ തനിമൈ തലൈ. അമരകത്ത് ആറ്ററുക്കും കല്ലാമാ അന്നാർ, അതായത് അമർ എന്ന് പറഞ്ഞാൽ യുദ്ധക്കളമാണ്. യുദ്ധസമയത്ത് അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയ എന്താണോ സഹായം അതൊന്നും ചെയ്യാത്തവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അമരകത്ത് ആറ്റ് അറുക്കും. യുദ്ധസമയം നമുക്കൊരു കഷ്ടത വരാത്ത സമയത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് പോലെ നിൽക്കുന്നവർ. എന്നാൽ നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ കൂടെ ഇല്ലാത്ത സൗഹൃദം കൊണ്ട് എന്താണ് ഉപയോഗം? അപ്പൊ അങ്ങനെയുള്ള സൗഹൃദത്തിനെ ഇവിടെ യുദ്ധക്കളത്തിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന, ആവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു കുതിരയും, ആവശ്യം വന്നപ്പോൾ നമ്മളെ മാത്രം അവിടെ ഇട്ടേച്ച് കുതിര ഓടിപ്പോകുന്നു. എന്നാൽ നമുക്ക് ആ കുതിരയാണ് ആ സമയത്ത് ഉപയോഗം. എന്നാൽ അത് ഉപയോഗപ്രദമല്ലാതെ നമ്മളെ ഇട്ടേച്ച് പോകുന്ന ആ കുതിര കൊണ്ട് നമുക്ക് യാതൊരു നന്മയുമില്ല. അതുപോലെയാണ് ഈ സൗഹൃദവും. അതാണ് അമരകത്ത് ആറ്റ് അറുക്കും. അമർ എന്ന് പറയുന്നത് യുദ്ധക്കളം. യുദ്ധക്കളത്തിൽ നമുക്ക് ഹെൽപ്ഫുള്ളായി ഇരിക്കേണ്ട ആറ്റ് അറുക്കും. കല്ലാമാ എന്ന് പറഞ്ഞാൽ തമിഴിൽ കുതിര എന്നാണ്. കല്ലാമാ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത അല്ലെങ്കിൽ നല്ല ശീലമില്ലാത്ത, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഈ യുദ്ധക്കളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പരിശീലിപ്പിച്ചിരിക്കും കുതിരകളെ. അപ്പൊ അങ്ങനെ ആ പരിശീലനം ഇല്ലാത്ത കുതിരകൾ അന്നാർ, കല്ലാമാ അന്നാർ, അതായത് യുദ്ധക്കളത്തിൽ നമുക്ക് ആവശ്യം വന്നപ്പോൾ ഉതകാത്ത ആ കുതിരയെ പോലെയാണ് ആര്? തമരിൻ തനിമൈ തലൈ, ഈ ഫ്രണ്ട്ഷിപ്പ്. അപ്പോ അതിനേക്കാളും നമുക്ക് എന്താണ്, ഈ കുതിരയെ വിശ്വസിച്ച് നമ്മളൊരു യുദ്ധം ചെയ്യാൻ പോകുന്നു. പക്ഷെ അത് നമുക്ക് ആ സമയത്ത് ഹെൽപ്ഫുള്ളായി ഇരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയ്ക്കായിരിക്കും നമ്മൾ അത് നേരിടുന്നത്. അതിനേക്കാളും ഭേദം ഈ കുതിരയില്ലാതെ നമുക്ക് പോയി ഒറ്റയ്ക്ക് പോയി നേരിട്ടാൽ പോരെ. അതുപോലെയാണ് ഇങ്ങനെയുള്ള സൗഹൃദത്തിനെ നീട്ടിക്കൊണ്ട് പോകുന്നതും ഇങ്ങനെയുള്ള സൗഹൃദം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സൗഹൃദം നമുക്ക് ആവശ്യമേ ഇല്ല. ഒരു സൗഹൃദം വേണം എന്ന നിലയ്ക്ക് വേണമെങ്കിലും ഇതുണ്ടെങ്കിൽ പോലും ഒരു ഉപകാരവും ഈ സൗഹൃദം കൊണ്ടില്ല. കാരണം അവര് എന്താണ്, നമുക്ക് നല്ല കാലം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യും, ഒരു കഷ്ടകാലം വരുമ്പോൾ നമ്മളെ തനിച്ചാക്കിയിട്ട് പോവുകയും ചെയ്യും. അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ? നല്ല യഥാർത്ഥ ഫ്രണ്ട് ആണെങ്കിൽ, നല്ല ഒരു സൗഹൃദമാണെങ്കിൽ നമുക്ക് കഷ്ടകാലം വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സൗഹൃദം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അത് ഏതുപോലെയാണെങ്കിൽ യുദ്ധക്കളത്തിലെ നമ്മളെ തനിച്ചാക്കിയിട്ട് പോകുന്ന കുതിരയ്ക്കൊപ്പമാണ് എന്ന് ഉപമിച്ച് പറയാണ്. ഓക്കെ, താങ്ക് യു.
സാറില്ലേ? കേൾക്കുന്നത് മനസ്സിലായി. എപ്പോഴും കൊണ്ടു നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് അമരകത്ത് യുദ്ധകളത്തിൽ ആറ്ററക്കും ഇടയ്ക്ക് തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന അക്ഷര ശൂന്യന്മാരായ മാവണ്ണാർ കുതിരയെ പോലെ ഉള്ളവരുടെ തമരിൻ സ്നേഹബന്ധത്തെക്കാളും അതിൽ നിന്നുണ്ടാകുന്ന വിശ്വാസവഞ്ചനയെക്കാളും തനിമൈ അത്തരം ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നത് തന്നെയാണ് തലൈ മെച്ചം. ഓർ നിലത്തിട്ടോടും അശ്വം പോലെ ഉള്ളോർ തൻ സ്നേഹത്തെക്കാൾ തനിമ ഭേദം. കടുത്ത പ്രതിസന്ധിയിൽ ജീവഭാരം തീർച്ചപ്പെടുന്ന ഘട്ടത്തിൽ പുറത്തിരിക്കുന്ന കടനെ നിലത്ത് കുടഞ്ഞിട്ടിട്ട് പിന്തിരിഞ്ഞോടുന്ന നന്ദികെട്ട കുതിരകളുമുണ്ട്. ആ കുതിരകളെ പോലെ വിപിൽ ശാന്തിയിൽ കൈയൊഴിഞ്ഞിട്ട് ഓടിമറയുന്ന ഹൃദയശൂന്യരായ സ്നേഹനാട്യക്കാരുമുണ്ട്. അത്തരത്തിലുള്ള സംസ്കാരശൂന്യന്മാരുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ തനിച്ചു കഴിയുന്ന ഏകാന്തയുടെ സുരക്ഷിതവുമാണ് സ്വസ്ഥം. ഓർ നിലത്തിട്ടോടും അശ്വം പോലും ഉള്ളോർ തൻ സ്നേഹത്തെക്കാൾ തനിമ ഭേദം. ഓവർ. Qural 8:14. Better to live alone than to keep ties with men who are like ignorant. Horse stumbles down the mounted soldier and runs away in war. Qural 8:15. 815 செய்து ஏமம் சாரா சிறியவர் புன் கேண்மை எய்தலின் എയ്താമൈ നன்று. ഇതും ഈ മോശമായ സൗഹൃദം നിലനിർത്തി പോകുന്നത് കൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത് എന്നാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. സെയ്ത് ഏമം ചാരാ ചെറിയവർ പുൻ കേൺമൈ. ചെറിയവർ എന്നിവിടെ പറയുന്നത് മോശം സൗഹൃദത്തിനെയാണ്. ഈ നമ്മളിപ്പോ ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ അതിനെ പല തരത്തിലായിരിക്കും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സൗഹൃദം, നമുക്കറിയില്ല ഇദ്ദേഹം നമുക്ക് നന്മ മാത്രമേ ചെയ്യൂ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഒരു ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് അബദ്ധം പറ്റൂ, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ളതിനാണ് ഈ കുറൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു സൗഹൃദം കൊണ്ട് നമുക്കൊരു അരൺ എന്ന് പറഞ്ഞാൽ പാതുകാപ്പ്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഒരു എന്താണ് നല്ല ഒരു നന്മ ഉണ്ടാകാതിരുന്നാൽ ആ ചിറിയവർ പുൻ കേൺമൈ, കേൺമൈ എന്ന് പറഞ്ഞാൽ സൗഹൃദം, ചിറിയവർ പുൻ കേൺമൈ എന്ന് പറയുന്നത് മോശമായ ആ സൗഹൃദം കൊണ്ട് എയ്തലിൻ എയ്താമൈ നன்று, ആ സൗഹൃദത്തിനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാളും നല്ലത് എയ്താമൈ നன்று, അതിനെ ആ സൗഹൃദത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് മോശമാണ്, അതിനേക്കാളും നല്ലത് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 815. செய்தேமன் சாரா சிறியவர் உன் கேண்மை എയ്തലിൻ എയ്താമൈ നன்று. ചെയ്ത് എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുത്താലും ഏമൻ ചേരാ പ്രതിസന്ധിയിൽ രക്ഷിക്കാൻ ഒരുമ്പിടാത്ത ചെറിയവർ അല്പന്മാരുടെ പുൻകേൺമൈ ദുഷ്ടമായ സ്നേഹം എയ്തലിൻ ഒരുവന് ഉണ്ടായിരിക്കുന്നതിനേക്കാൾ എയ്താമൈ അങ്ങനെ ഒന്ന് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നன்று നല്ലത്. സജ്ജവാക്കീടിലും കാക്കാത്തൊരൽപ്പരുടെ ദുസ്നേഹമില്ലായക നല്ല. എല്ലാ കരുക്കളും അങ്ങോട്ട് യഥാസമയം ഒരുക്കി കൊടുത്താലും വേണ്ടിടത്ത് രക്ഷപ്പെടുത്താൻ ഒരുങ്ങാത്ത അല്പന്മാരുടെ ദുസ്നേഹം ഇരട്ടി അപകടകരമാകയാൽ അത്
ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓവർ. കുറൾ 815. Better not to have bad company of the weak who are expected to help but not helping. കുറൾ 816. സാർ വണക്കം. 816 കുറളാണ്. സാർ പേதை വണക്കം. பேதை பெரும் கிழி நட்பின் അറിവുടയാർ ഏതിന്മൈ കോടി ഉറും. ഇപ്പോ ഈ മോശമായ ഒരു സൗഹൃദം കൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടാവുന്നത്, അത് വേണ്ട എന്ന് പറഞ്ഞ വള്ളുവർ പറയാണ്, ആ നட்ப് അല്ലെങ്കിൽ ആ സൗഹൃദം ഉപേക്ഷിക്കുന്നത് കൊണ്ട് എന്ത് നന്മയുണ്ടാവും, അതാണ് ഈ കുറയിൽ പറഞ്ഞിരിക്കുന്നത്. പേதை പെരുങ്കിഴി നட்ப്. പേதை എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്നാണ്, അറിവില്ലാത്തവൻ. സാധാരണമായി തമിഴിൽ പേதை എന്ന് പറയുന്നത് പെണ്ണിനെ കുറിക്കുന്നതാണ്. കാരണം സ്ത്രീകളെ അറിവില്ലാത്തവർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ പേதை എന്ന് പറയുന്നത്. ഇന്നല്ല, അന്നത്തെ കാലത്ത് പേதை എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പേதை പെരും കിഴി നട്പിൻ, ഇങ്ങനെ അറിവില്ലാത്തവന്റെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്, അതായത് മോശമായ പ്രകൃതമുള്ള അല്ലെങ്കിൽ നമുക്ക് തിന്മ മാത്രം ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് എന്ത് നന്മയാണ് ഉണ്ടാവാൻ പോകുന്നത്? പേதை പെരുങ്കഴി നട്പിൻ, അങ്ങനെയുള്ള ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനെ ഒരു ഉപമ കൊണ്ട് പറയാണ്. നട്പിൻ അറിവുടയാ ഏതിന്മൈ കോടി ഉറും. എന്നാൽ അതിനേക്കാളും ഇദ്ദേഹത്തിനോടുള്ള സൗഹൃദത്തെക്കാളും നല്ലത് അറിവുടയാർ ഏതിന്മൈ, അറിവുള്ളവർ എന്ന് പറയുമ്പോൾ സംസ്കാരം എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതിന്മൈ എന്ന് പറഞ്ഞാൽ എനിമിറ്റി എന്നാണ്. അവരുമായി നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, അവരിൽ നമുക്ക് എന്തോ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ട്, അതാണ് ഏതിന്മൈ. കോടി ഉറും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള ആ എനിമിറ്റി നമുക്ക് കോടി നന്മകളായിരിക്കും തരുന്നത്. എന്നാൽ ഈ മോശം പ്രകൃതമുള്ള ഒരു സൗഹൃദം കൊണ്ട് യാതൊരു നന്മയും നമുക്ക് വരില്ല. അവരെക്കാളും ഈ ഒരു അറിവില്ലാത്ത ഒരാളെ നമ്മൾ പകച്ചാൽ അവര് അറിവുള്ളവരാണെങ്കിൽ ശരിക്കും നമുക്ക് യാതൊരു ശല്യത്തിനും വരില്ല. അവരെന്ത് ചെയ്യും? ഇത് എനിക്ക് ചേരാവുന്നതല്ല എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ വഴക്കടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്, ഇതൊന്നും എനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകും. എന്നാൽ മോശപ്രകൃതമുള്ളവരാണെങ്കിൽ വഴക്കടിച്ച് അതിനെ എത്രത്തോളം വൾഗറാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചീത്തപ്പേര് വാങ്ങിച്ചു തരാൻ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അത് ഇല്ലായ്മയാണ് നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 816. பேதை பெருங்கெழி ഈ നട്പിൻ അറിവുടയാർ ഏതിന്മൈ കോടി ഉറും. അവിവേകൻ ഗാഢ സ്നേഹത്തെക്കാൾ കോടി മഹിമ ബുദ്ധ ശത്രുതയ്ക്ക് ഉണ്ടാം. പേதை തിരിച്ചറിവില്ലാത്ത മൂഢന്മാരായിട്ടുള്ള ഇതിഗാഢമായ സ്നേഹബന്ധത്തെക്കാളും സംസ്കാര സമ്പന്നരായ വിദ്വജനങ്ങളുടെ ശത്രുത കോടി മടങ്ങ് മെച്ചമാകുന്നു. സംസ്കാരം തൊട്ടു തീണ്ടാത്ത വിവേകശൂന്യന്മാരുമായി എത്ര തന്നെ ഗാഢമായ സ്നേഹബന്ധം ഉണ്ടായിരുന്നാലും ശരി, ആ സ്നേഹത്തെക്കാൾ 1 കോടി മടങ്ങ് മഹത്വമുണ്ട് വിവേകിയും സംസ്കാര ധനനുമായ വിദ്വാനുമായുമുള്ള ശത്രുതയ്ക്ക്. കാരണം വിവേകികളായ ശത്രുക്കൾ നമ്മെ ദ്രോഹിക്കുന്നില്ല. സ്നേഹനാട്യത്തിൽ അടുത്തുകൂടുന്ന അവിവേകത്തെ നിരന്തരമായി അപകടങ്ങളിൽ പെടുത്തി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. അവിവേകൻ ഗാഢ സ്നേഹത്തെക്കാൾ കോടി മഹിമ ബുദ്ധ ശത്രുതയ്ക്ക് ഉണ്ടാകും. ഓവർ. കുറൾ 816.
Crowds of benefits comes from non-cooperation of the wise than thick friends of ignorant. Kurul 870. குறள் 817 நகை வகையராகிய நட்பின் പകൈവരാൻ 10 അടുത്ത കോടി ഉറും. ഇതും ഏകദേശം ഇതിന് മുന്നേ പറഞ്ഞ ആ കുറള് പോലെ തന്നെയാണ് ഈ കുറളും പറയുന്നത്. അതായത് നഖൈ വകയറാകിയ നട്പിൻ. നഖൈ വകയർ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ കാണുന്ന സമയത്ത് ഒരു ചിരിച്ച് കുറച്ചും കൂടി നമ്മുടെ അടുത്ത് അടുപ്പമുള്ളതുപോലെ സംസാരിച്ച് നമ്മളെ എന്ത് ചെയ്യിക്കും, ഞാൻ നല്ലവനാണ് എന്ന് അഭിനയിക്കുന്ന ഫ്രണ്ട്സിനേക്കാളും നല്ലത് ഈ എനിമിറ്റി, നമ്മളുമായിട്ട് ശത്രുതയുള്ള അവരെക്കാളും മോശമാണ് ഇവര്. കാരണം നമ്മൾ വിചാരിക്കും ഇവർ നമുക്ക് നന്മയായിരിക്കും ചെയ്യുന്നതെന്ന്. പക്ഷെ ഇവര് നമുക്ക് ചെയ്തിട്ട് പോകുന്നത് വളരെ മോശമായ പ്രവൃത്തിയായിരിക്കും ചിലപ്പോൾ നമുക്ക് ചെയ്തിട്ട് പോകുന്നത്. എന്നാൽ ഈ ഇവരെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ശത്രുക്കളിൽ നിന്നും അവരെക്കാളും 10 കോടി ആ ശത്രുക്കളിൽ നിന്ന് കിട്ടുന്ന തിന്മയെക്കാളും തിന്മയാണ്, ഒരു കുറച്ച് തിന്മയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 10 കോടി നന്മയായിരിക്കും നമ്മൾ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു ശത്രുവിനേക്കാൾ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് നമ്മളിൽ അഭിനയിച്ച് കാണിക്കുന്ന ഈ സൗഹൃദത്തെയാണ് എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. നഖൈ വകയറാകിയ നട്പിൻ. നഖൈ എന്ന് പറഞ്ഞാൽ ചിരിപ്പ്, അല്ലെങ്കിൽ ഒരു പുൻചിരിപ്പല്ല, ശരിക്കും നമ്മളെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സൗഹൃദത്തോടു കൂടി ഒരു അഭിനയിച്ച് കാണിക്കുക. അങ്ങനെയുള്ള ചിരിച്ച് സംസാരിക്കുന്നവരുമായിട്ട് അവരുടെ നട്പിനേക്കാളും പകൈവരാൽ 10 അടുത്ത കോടി പേരും. ആ പകൈവർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, അവര് തരുന്നതിനേക്കാളും 10 കോടി നന്മയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവരെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോ ആ ശത്രുക്കളെ പോലും വിശ്വസിക്കാം, ഇവരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ കുറയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 817 നഹൈ വഹൈ ാകിയ നട്പിൻ പകൈവരാൽ 10 അടുത്ത കോടി ഉറും. അപഹാസ്യരാം സുഹൃത്തുക്കളെക്കാൾ ശത്രുവക 10 കോടി മേൽ ഭേദം. നഹൈ വഹൈറാകിയ അവകാശരായിട്ടുള്ള നട്പിൻ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തെക്കാൾ പകൈവരാൽ ശത്രുക്കളാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ 10 അടുത്ത കോടി 10 കോടി മടങ്ങ് ഉറും നന്മയേകും. എവിടെ ചെന്നാലും ജന്മസിദ്ധമായ സംസ്കാര ശൂന്യത കൊണ്ട് സ്വയം പരിഹാസ്യരായി തീരുന്ന അധമന്മാരുമായി പുലർത്തുന്ന സഖ്യത്തെക്കാൾ 10 കോടി മെച്ചമാണ് ഉത്തമ ഗുണശാലികളായ ശത്രുക്കളുമായുള്ള സഖ്യം. അപഹാസ്യരാം സുഹൃത്തുക്കളെക്കാൾ ശത്രുവക 10 കോടി മേൽ ഭേദം. ഓവർ. Kurul 8, Roy sir. Chapter 82 of Tirukural with the 10 couplets explains the evil company or evil friendship. Kural 817. 10 crore multiples of advantages is in enemy contact than friendship of those smile outwardly. The harm caused by a friendship with those who pretend to be friendly and engaging is far greater than any benefit that could come from an enemy to the extent of being 100 million times worse. The enemy of a friendship, who are the type that mocks with their voice, will bring 10 crore times more beneficial than the friendship of those who smile and speak deceptively. Suffering caused by enemies is considered to be 100 million times more beneficial. This Quran explains what comes from enemies
is 100 times more profitable than that comes from the friendship of those who cause only laughter. Thank you. Over. 818. Hmm. ഞാൻ പറയാലോ സാർ. പറയൂ Yes. സാർ, പറഞ്ഞോളൂ. Yes. 818 കുറളാണ്. ഒല്ലും കർമ്മം ഉടറ്റുപവർ കേൺമൈ സൊല്ലാടാർ ചോരവിടൽ. ഇത് ഇപ്പോൾ നമ്മുടെ സൗഹൃദമാണെങ്കിൽ, നല്ല സൗഹൃദമാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം, ഒരു കർമ്മം ചെയ്യാനായി തുണിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതാണ് നല്ല സൗഹൃദം. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന സൗഹൃദത്തിനെ നമുക്കത് ചെയ്യാൻ കഴിയും, പക്ഷേ അതിനെ ഇല്ല, നിനക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചെയ്യാൻ സമ്മതിക്കാതാവുകയും, ഇനി നമ്മൾ അവരോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അത് ചെയ്യാതെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന സൗഹൃദം നമുക്ക് നന്മ ഭയക്കില്ല. അങ്ങനെയുള്ള ഒരു സൗഹൃദം നമുക്ക് വേണമോ? ഒല്ലും കർമ്മം ഉടറ്റുപവർ കേൺമൈ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജോലി, എന്തെങ്കിലും ഒരു പ്രവൃത്തി, അതിനെ ഇല്ലാതാക്കി, ഉടറ്റുപവർ എന്നാൽ അതിനെ ഇല്ലാതാക്കി, അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലുക. ചിലർ നമ്മൾ നേർവഴിക്കായിരിക്കും പോകുന്നത്, അതിനെ പറഞ്ഞ് തിരിച്ച് വേറെ വഴി കൂടി പോകാൻ പറഞ്ഞ് നമ്മളെ അതിനെ ആ കാര്യം സക്സസ്ഫുൾ ആക്കാതെ ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആവട്ടെ, എന്ത് കാര്യമായാലും നമ്മളിപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിനോടത്തായിരിക്കും നമ്മൾ അതിന്റെ സജഷൻസ് ഒക്കെ ചോദിക്കുക. അപ്പൊ ആ സജഷൻസിൽ നല്ലത് മാത്രം പറയുന്ന നല്ല ഫ്രണ്ട്സിനെയാണ് നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ നട്പ് അല്ലെങ്കിൽ കേൺമൈ എന്ന് പറഞ്ഞാൽ നട്പ് അല്ലെങ്കിൽ സൗഹൃദം. സൊല്ലാടാർ ചോരവിടൽ. അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഈ ഒരു പ്രവൃത്തി സക്സസ് ആവാത്തതിന്റെ കാരണം ഇദ്ദേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരടുത്ത് അത് ചോദിക്കാതെയോ അല്ലെങ്കിൽ അവരടുത്ത് ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാതെയോ നീ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അവരോട് ചെന്ന് വഴക്കടിക്കുന്നതിനേക്കാളും ഭേദം അവര് വീണ്ടും ചിലപ്പോൾ നമ്മളടുത്ത് വന്ന് സൗഹൃദം കൂടാനായിട്ട് വരും. അത് കണ്ടിന്യൂ ചെയ്യരുത്. സൊല്ലാടാർ ചോരവിടൽ. ചോരവിടൽ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കാതെ ഒഴിഞ്ഞു പോവുക. അപ്പോ താനേ അവര് മാറിക്കോളും. ഇപ്പൊ പല പ്രാവശ്യം നമ്മളടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഡയറക്റ്റ് ഇൻസൾട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അവര് ഞാൻ പിണക്കമാണ് എന്ന് കാണിക്കണം, എന്നാൽ കണ്ടിന്യൂ ചെയ്യരുത്. അതാണ് സൊല്ലാടാർ ചോരവിടൽ. സൊല്ലാടാർ എന്ന് പറഞ്ഞാൽ സംസാരിക്കാതെ അവരുമായി ഡയറക്റ്റായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 818. ഒല്ലും കർമ്മം ഉടറ്റുപവർ കേൺമൈ ചൊല്ലാടാർ ചോരവിടൽ. കഴിയുന്ന കർമ്മം മുടക്കുവോർ സഖ്യം അവരറിയാതെ കൈവിട്ടേടണം. ഒല്ലും കർമ്മം, ഒരുവനാൽ സാധ്യമാവുന്ന സത്കർമ്മത്തെ അത് സാധ്യമാവാത്ത തരത്തിൽ തടസ്സപ്പെടുത്തുന്നവരുമായിട്ടുള്ള ബന്ധം അവരോട് ചൊല്ലാതെയും അവർ ഒട്ടും അറിയാതെയും തളർത്തി കളയുക. തൻ്റെ കഴിവുകൾ വികസിപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന, കഴിയുന്ന കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴൊക്കെ അത് മുടക്കാൻ നോക്കുന്ന ദുഷിച്ച കൂട്ടൂരുമായുള്ള ബന്ധം അവർ അറിയാതെ തന്നെ വിട്ടൊഴിയുകയാണ് ബുദ്ധി. കഴിയുന്ന കർമ്മം മുടക്കുവോ സഖ്യം അവരറിയാതെ കൈവിട്ടേടണം. ഓവർ. Rule 818. The relation with those who are blocking the work to be finished must be gradually given up without their knowledge. Rule 819. குறள் 819. கனவினும் இன்னாது மன்னோ வினைவேறு சொல்வேறு பட்டார் தொடர்பு. വിനൈവേറ് സൊൽവേറ് പട്ടാർ തുടർബ് എന്നതാണ് നമ്മൾ ആദ്യമേ എടുക്കേണ്ടത്. അതായത് ഒന്ന് പറയുക, പ്രവർത്തിക്കുന്നത് വേറൊന്നായിരിക്കും. ചിലർ
വാക്കുകൾ കൊണ്ട് മാത്രമേ സംസാരിക്കൂ, പ്രവൃത്തിയിലൊന്നും കാണത്തില്ല. ചിലരാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കില്ല, കാര്യം അവർ നന്നായി പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ചിലർ അങ്ങനെയല്ല, സംസാരിക്കുകയും ചെയ്യും, സംസാരത്തിൽ പറയുന്നത് നിനക്ക് നന്മയെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പ്രവൃത്തി എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള സൗഹൃദം ആവശ്യമില്ല. അത് ഏതില്? കനവിനും ഇന്നാത് പന്നു. നമ്മൾ സ്വപ്നം കണ്ടാൽ പോലും അതുപോലെ നമുക്ക് ദോഷമേ വരുത്തൂ. അതാണ് വിനയ് വേറ് സൊൽ വേറ്. വിനയ് വേറ് എന്ന് പറഞ്ഞാൽ പ്രവർത്തി വേറെ, സൊൽ വേറ്. സംസാരിക്കുന്നത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയുന്നത്, വാക്കുകളുടെ പ്രയോഗം ഒന്നായിരിക്കും, പ്രവൃത്തി വേറൊന്നായിരിക്കും. അങ്ങനെയുള്ളവരുടെ സൗഹൃദം കനവിനും ഇന്നാത് മന്നു. സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നത്, അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതല്ല. അത് എന്തായിരിക്കും തരുന്നത്? ഇന്നാത്. ഇന്നാത് എന്ന് പറഞ്ഞാൽ മോശം തിന്മകൾ മാത്രമേ കൊണ്ടുതരൂ. അപ്പൊ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന തരത്തിലല്ല ഇവരുടെ സൗഹൃദം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ കുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 819. കനവിലും ഇന്നാത് മന്നോ വിനുവേറ് சொல்வேறு பட்டார் தொடர்பு. കനവിലും ദുഃഖദം വാക്കും പ്രവൃത്തിയും വിപരീതമായോ തൻ ബന്ധം. പ്രവൃത്തി ഒന്ന്, വാക്ക് മറ്റൊന്ന്. അത് ശീലമായിട്ടുള്ളവരുടെ ബന്ധം സ്വപ്നത്തിൽ പോലും വലിയ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാകുന്നു. ചെയ്യുന്നതൊക്കെ ദ്രോഹം, എന്നാൽ പറയുന്നതോ മധുരം. അത്തരത്തിലുള്ള നയവഞ്ചകന്മാരായ സ്നേഹ നാട്യക്കാരുടെ ബന്ധം നിലവിൽ മാത്രമല്ല കനവിൽ പോലും കടുത്ത ദുഃഖമുണ്ടാക്കും. വാക്കും പ്രവൃത്തിയും വിപരീതമായോതൻ ബന്ധം കനവിലും ദുഃഖദം എന്നാണ് ആ കുറൾ നമുക്ക് എടുത്തു പറയേണ്ടത്. വാക്കും പ്രവൃത്തിയും വിപരീതമായോതൻ ബന്ധം കനവിലും ദുഃഖദം. ഓവർ. Even in dreams, it is painful to keep relation with those doing something and telling other thing. This Tirukkural 819 emphasizes that associating with the hypocrites is painful even in dreams. Their actions do not match their words, making their friendship a source of constant grief, similar to walking agony. In short, the friendship of a wicked person is painful even in dream. Thank you. Over. 820 കുറളാണ്. ഈ അധികാരത്തിന്റെ ഏറ്റവും അവസാനത്തെ കുറളാണ്. എന്നാൽ മറ്റ് അധികാരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ അധികാരത്തിന്റെ തുടർച്ച വീണ്ടും അടുത്ത അധികാരത്തിലും തുടരുന്നുണ്ട്. ഈ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ സൗഹൃദമാണ് നമുക്ക് നന്മ ഭയക്കുന്നത്, ഇത് ഏറ്റവും കൂടുതൽ തിന്മ മാത്രമേ ഭയക്കൂ എന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞാൽ പോരാ എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം അടുത്ത ഒരു അധികാരവും കൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ സൗഹൃദം നന്നാവണം. അത് നന്നായാൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നാവൂ എന്നുള്ളതാണ് ഇതിന്റെ അവസാനത്തെ വാക്ക്. 820 குறள். எனைத்தும் குறுகுதல் ஓம்பல் மனைக்கிழி மண்டின் பழிப்பார் தொடர்பு. മനക്കിഴി മണ്ടിൻ പഴിപ്പാർ തുടർബ് എന്നതാണ് ആദ്യം എടുക്കേണ്ടത്. അതായത് മനൈ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. വീട്ടിൽ അകത്ത്, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേര് മാത്രം ഉള്ളപ്പോൾ വീട്ടിന്റെ അകത്തിരുന്ന് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിനകത്ത് വന്ന് എന്നെ കുറിച്ച് പറയുമ്പോൾ നല്ലത് മാത്രമേ പറയൂ. എനിക്ക് നന്മ വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും പറയുന്നത്. അങ്ങനെ മനക്കിഴി മണ്ടിൻ പഴിപ്പാർ തുടർബ്. ആ വീട്ടിനകത്ത് പറഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എന്നെക്കുറിച്ച് ദൂഷ്യം മാത്രം പറയുന്ന ഒരു സൗഹൃദം വേണമോ? അങ്ങനെയുള്ള അതും എന്തായിരിക്കും പറയുന്നത്? പലരോട്, അതായത് എണീത്തും കുറുകുതൽ ഓമ്പൽ, അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ പോലും അവരുമായി സൗഹൃദം സ്ഥാപിക്കരുത്. കാരണം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് എന്നെക്കുറിച്ച് നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്നെക്കുറിച്ച് മോശം മാത്രമേ പലരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗഹൃദം നമുക്ക് എപ്പോഴും നന്മ തരില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ പോലും അവരെ നമുക്ക് ദുഷ്പേര് മാത്രമേ ഉണ്ടാക്കൂ. അതാണ് മണ്ടിൻ പഴിപ്പാർ തുടർബ്. മണ്ടി എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി കഴിഞ്ഞാൽ മോശമായി പറയുന്നവർ. എനൈത്തും കുറുകുതൽ ഓമ്പൽ, അവരെ എനൈത്തും എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ പോലും അവരുമായുള്ള ബന്ധം നിലനിർത്തരുത്. അത് അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ അത് നമുക്ക് മോശമായ ചീത്തപ്പേര് മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ കുറലുകളിൽ ഏറ്റവും അവസാനത്തേതായി വരുന്നത് എനൈത്തു കുറുക്കുതൽ ഓമ്പൽ മനൈക്കഴി ഈ മന്റർ പഴിപ്പാർ തുടർപ്പു. അല്പവും തേണ്ടായിക വീട്ടിൽ പുകഴ്ത്തി സഭയെത്തിത് ദുഷിപ്പോർതൻ ബന്ധം. വീട്ടിൽ സ്നേഹിക്കുകയും ഒത്തുചേരുമ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുമായുള്ള ബന്ധം പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കണം. എന്തായാലും വീട്ടിൽ സുഹൃത്തുക്കളും ആളിൽ ശത്രുക്കളുമായി പരദൂഷണം പറയുന്നവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. ഈവൻ ഈ സെക്ഷൽ റിലേഷൻ പോലും പാടില്ല എന്നുള്ളതാണ്. സ്വകാര്യമായി നിങ്ങളെ സ്നേഹിക്കുകയും പരസ്യമായി നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുമായി സൗഹൃദം കുറയാനുള്ള ഏറ്റവും കുറഞ്ഞ സമീപനം പോലും ഒഴിവാക്കുക. ഗൃഹത്തിൽ ബഹുമാനിച്ചും സദസ്സിൽ താഴ്മയാക്കിയും വർണ്ണിപ്പോരുടെ സാമീപ്യം പൂർണ്ണമായും ത്യജിക്കണം. ഇന്നത്തെ കുറല് കടന്നു പോകുമ്പോൾ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പ്രത്യേകിച്ച് ഈ കാലയളവ് ഫോൺ വഴി, സോഷ്യൽ മീഡിയ വഴി സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന ഒരു വലിയ കാലഘട്ടമാണ്. ഒരുപക്ഷെ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും യുവജനങ്ങളെയും കുട്ടികളെയും സാധിച്ചെന്നും വരികയില്ല. അത്രയ്ക്ക് ദൃഢമായി കഴിഞ്ഞിരിക്കും. കുട്ടികളെ മാത്രമൊന്നുമല്ല, ഈ സമീപകാലത്തുണ്ടായ പല വലിയ വൻ ആളുകളെ പോലും ചതിയിൽപ്പെടുത്തിയത് നമുക്കറിയാം. വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഒത്തുചേരുകയും അവരിൽ നിന്ന് പറ്റുന്നതെല്ലാം സ്വന്തമാക്കുകയും ചെയ്തതിന് ശേഷം എന്നെ പീഡിപ്പിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അലമുറയിടുകയും അതിന് കുറെ പ്രചാരമൊക്കെ കിട്ടുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഈ കാലയളവിൽ കാണുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം എനിക്ക് ഈ അടുത്ത നാളിൽ ഞാൻ കേട്ടതും വളരെ സത്യസന്ധമായി മനസ്സിലാക്കിയതുമായ ഒരു കാര്യം, ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയം. നേരിൽ കണ്ടിട്ടില്ല. വളരെ വലിയ പയ്യൻ, നല്ല കോടീശ്വരനാണ്, വലിയ ഒരു എക്സ്പോർട്ട് കമ്പനിയൊക്കെ സ്വന്തമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. വീട്ടുകാർ അത്ര സമ്മതിച്ചിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് ഈ വിവാഹ ബന്ധം മാത്രം മതി. അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. 2 കുട്ടികളും ഉണ്ടായി. സമീപകാലത്ത് അവരുടെ
വിധം മാറി അവർ കേസ് കൊടുത്തു. അവർക്ക് ബന്ധം പിരിയണം പോലും. ക്ലെയിം ചെയ്തത് 2 കോടി രൂപയാണ്. 2 കോടി രൂപ കൊടുത്താൽ കൊടുക്കണം ബന്ധം പിരിയുന്നതിന് എന്നുള്ള നിലയിലാണ്. ഇതിലൊട്ടും അതിശയോക്തിയില്ല. അവസാനം കുടുംബ കോടതി പല വിധത്തിലുള്ള ചർച്ചകളും പരിപാടികളും എല്ലാം നടന്ന് ഈ ജനുവരി മാസത്തില് 70 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പായി. ആദ്യത്തെ 20 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. മാർച്ചിനുള്ളിൽ ബാക്കിയും കൊടുക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. പണം നോക്കി വരുന്ന ആളുകൾ, മറ്റു പലതും നോക്കി വരുന്ന ആളുകൾ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഈ കാലയളവിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. പ്രത്യേകിച്ച് ചില തരത്തിലുള്ള ബലഹീനതകൾ നമ്മളിലുണ്ടെങ്കിൽ അത്തരക്കാരെ വീഴിക്കുക വളരെ എളുപ്പമാണ്. എത്രയോ സംഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും സംഭവത്തെക്കാളുടെയൊക്കെ 10 മടങ്ങ് സംഭവങ്ങൾ നിങ്ങൾക്ക് ജീവിക്കുന്നത് അറിയാം. അതുകൊണ്ട് വളരെ പ്രസക്തമാണ് ഈ കാലയളവിൽ ഇന്നത്തെ ഈ വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിഹീനരുമായി ഉറ്റ ചങ്ങാതിമാരായിരിക്കുന്നതിനേക്കാൾ ജ്ഞാനികളുമായി ശത്രുക്കളാകുന്നതാണ് ദശലക്ഷക്കണക്കിന് പറ്റതിനേക്കാൾ മൂല്യം. പരിഹാസത്തിൽ മാത്രം ഏർപ്പെടുന്ന സുഹൃത്തുക്കളെക്കാൾ എതിരാളികൾ ഉണ്ടാവുക ലക്ഷക്കണക്കിന് മടങ്ങ് പ്രതിഫലദായകമാണ്. ഒരു സുഹൃത്ത് തനിക്ക് കഴിയുന്നത് ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നീ ബഹളം ഉണ്ടാക്കരുത്, ബന്ധങ്ങൾ വാടിപ്പോകാൻ അനുവദിക്കുകയും അരുത്. വാക്കുകളും പ്രവൃത്തികളും വ്യത്യസ്തരായുള്ളവരുമായി ബന്ധം സ്വപ്നങ്ങളിൽ പോലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വകാര്യത്തിൽ സുഖകരവും പരസ്യമായി പരിഹാസപരവുമാണ് അത്തരം വ്യക്തികളുമായുള്ള ബന്ധത്തിന് ഒരു സൂചന പോലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ഈ സായാഹ്നം എരിഞ്ഞടങ്ങുമ്പോൾ നമുക്കും ഇനിയുള്ള പ്രായത്തിലും ഇനിയുള്ള കാലത്തും സുഹൃത്തുക്കൾ പലത് ഇത്തരത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കാം. നമുക്കും നന്നായി ചൂസ് ചെയ്യാൻ ഈ കുറൽ അല്പമെങ്കിലും സാധിക്കട്ടെ, ഒരു ഓർമ്മപ്പെടുത്തലായി മാറട്ടെ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ആയി ഇതിന്റെ അവസാനം വയ്ക്കാനുള്ളത്. ഇന്നത്തെ ഈ സെഷൻ ഏറെ മനോഹരമാക്കിയ ശാന്തി മാമിനും ഇതിന്റെ അണിയറ ശില്പികൾ സാബു സാറും നയനാർ സാറും അതുപോലെ മൊഴിമാറ്റ പ്രക്രിയയിൽ സഹകരിച്ച പ്രിയപ്പെട്ട ഓമന ടീച്ചർ റോയ് സാർ ഇതിനെ ഏറെ ശ്രദ്ധയോടെ കേൾക്കാനായി ഇവിടേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഉലകന്നാൻ സാറ്, രമാദേവി, അങ്ങനെയുള്ള എല്ലാവരെയും, ശുദ്ധോദനൻ സാറ്, എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ ഇന്നേക്ക് മൗനത്തിലേക്ക്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Quran 8:20. Connection with those loving at home and condemning at gathering should be fully curtailed. Quran 8:20. The danger of two-faced friends. Tirukural 8:20 warns that friendship with those who show affection in private but condemn or abandon you in a public gathering must be totally avoided. This duplicity is perfectly illustrated in the Mahabharata by King Dhritarashtra's behavior toward the Pandava brothers. In the quiet of his chambers, he often offered them kind words and fatherly embraces. Yet in the public royal assembly, he permitted their systematic humiliation. By failing to speak for them in the gathering, his private displays of love were revealed as deceptive and hollow. Such a friend is
far more dangerous than an open enemy, as their private intimacy is used only to mask their public betrayal. Thiruvalluvar teaches that we should fully curtail such hypocritical connections to ensure our dignity remains intact. The Tirukural remains a lighthouse for humanity, distilling the complexities of life into simple universal truths that transcend time and geography. Its verses do not just offer advice, they provide a moral compass for navigating the intricate relationships between the individual, society, and the divine. Specifically, the chapter on evil company serves as a vital safeguard, reminding us that the people we allow into our inner circle define our ultimate destiny. Tiruvalluvar makes it clear that a lonely path of integrity is far superior to a crowded road filled with deceptive or utilitarian companions. By learning to distinguish between genuine affection and predatory interest, we protect our character from the slow erosion caused by toxic influences. Ultimately, the Quran teaches that choosing our company wisely is not an act of pride, but an essential step toward a virtuous and peaceful life. A small poem. The seed of truth in 7 words, a guide for all, from kings to herds. Let virtue be your chosen light, and cast away the dark of night. For in the friends you keep or flee, you build the soul you are meant to be. Thank you for providing, Sabu sir, for providing the digital canvas upon which this dialogue was painted. In a world of endless noise, we appreciate the stability and reach of this space that allowed us to connect seamlessly across boundaries. You were the silent host that made this global village feel a little more like home. A massive thank you to our active contributors, Nayanar sir, Joshi sir, Shanti ma'am, Roy sir, bringing your energy, curiosity, and insights to the table. Your voices were the heartbeat of this session, turning a simple exchange of ideas into a rich living experience. Your willingness to engage is what truly transforms information into wisdom. Finally, to our viewers, thank you for the gift of your time and attention. We know your focus is the most valuable currency you own, and we are honored that you choose to spend it with us. Your silent support is the foundation upon which this community stands. Thank you, everybody. സോ താങ്ക് യു എല്ലാവർക്കും, പ്രത്യേകിച്ച് ശാന്തി മാം, അതുപോലെ തന്നെ മോഹൻദാസ് സാർ. മോഹൻദാസ് സാർ, നാളെ എന്താണ്? അടുത്ത ആഴ്ചയിലെ അധികാരി 83 ഇപ്പോഴുള്ള ഈ ഫ്രണ്ട്ഷിപ്പിന്റെ തന്നെയാണ്. കൂടാതെ നിശ്ചിത സ്നേഹം അല്ലെങ്കിൽ ഫോർബിഡൻ ഫ്രണ്ട്ഷിപ്പ്, അഹമ്മയെ പകയുള്ളവരും സൗകര്യം കിട്ടുമ്പോഴെല്ലാം പുറമെ കപട സ്നേഹം അഭിനയിക്കുന്നവരുമായുള്ള സ്നേഹം ഇഷ്ടമാവുന്നു എന്ന കാര്യം ഒന്നുകൂടി തറപ്പിച്ച് പറയുന്നു. കാരണം ഈ സൗഹൃദത്തിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെയും ഇതൊക്കെ ജോസഫ് സാർ പറഞ്ഞ പോലെ ആ കാപ്പട്ടയം എങ്ങനെയാ വരക്കൂടി വരുന്നു എന്നുള്ളതൊക്കെ പണ്ടും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും പണ്ട് ഇത്രയും ദീർഘമായ ഒരു
ചാപ്റ്റർ കൊണ്ടുപോകുന്നത്, ഒരു ഭാഗം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോഡേൺ ടെക്നിക്കും ഇതൊക്കെയുള്ള സമയത്ത് ഡിജിറ്റലൈസേഷനൊക്കെ ഉള്ള മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സാമ്പത്തികമായിട്ടുള്ളതുകൊണ്ട്, മാനസികമായിട്ടുള്ളതുകൊണ്ട്, ജീവന് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന പ്രവർത്തികളാണ് ഓരോ കാണുന്നത് ദിവസം തോറും. അപ്പൊ അതിൽ നിന്നൊക്കെ പെടാതെ നമ്മൾ തന്നെ, അല്ലെങ്കിൽ എന്നുള്ളത് കൂടി കാപ്പട്ടയും താഴെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ അവരൊക്കെ വായിച്ചാൽ, കേട്ടാൽ മാത്രമേ അത് ഒരു പ്രചരണം കൊടുക്കണം. ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഇപ്പൊ ചെറുപ്പം മടിക്കാത്ത ദുഷിച്ച സൗഹൃദ ബന്ധത്തിന് വേണ്ടി അവരറിയാതെ ഒരു തലമുറയെ തന്നെ, ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഇങ്ങനത്തെ വളരെയധികം ആരെങ്കിലൊക്കെ ഇത് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുനർചിന്തന ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു എത്രയോ ധന്യത നമുക്ക് എനിക്കൊരു ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഉലയനൻ സാർ എന്നോട് ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ കറക്റ്റ് ഡേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇച്ചിരി തിരക്കായി പോയി. എന്തായാലും ഉലയനൻ സാർ വരൂ. എന്തായാലും നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുന്നതിനേക്കാൾ വളരെ നേരത്തെയാണ്. ഉലയനൻ സാർ ഒന്ന് വരൂ, സാറിനൊരു കാര്യം പറയാനുണ്ട്, ചെറുതായിട്ടാണെങ്കിലും. അഡ്മിറ്റ് ചെയ്യും സാർ, അഡ്മിറ്റ് ചെയ്ത് കേൾക്കുന്നില്ല. കുരലിനെ കുറിച്ച് ഒരു വാക്ക്. മഹാകവി നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കൾ കാണാം, പക്ഷെ ആരാണ് നിങ്ങളുടെ സുഹൃത്തെന്ന് അറിഞ്ഞു മാത്രം മുന്നോട്ട് പോവുക. അപകടകാരിയാണ് നിങ്ങളുടെ സുഹൃത്തെന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം അദ്ദേഹത്തെ ഉപേക്ഷിച്ചോളൂ. ഇല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് സുഖമോ സന്തോഷമോ കിട്ടുകയില്ല എന്ന് ഉറപ്പിച്ച് ഓരോ ഇതിലും പറഞ്ഞിരിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്ന് അങ്ങനെ ഒരാളെ ഉപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. പൊളിറ്റിക്സ് എൻ്റെ ഒരു പാർട്ടാണ്. അതില് ആണ് ആ സംഭവം നടന്നത്. വർഷങ്ങളോളം കൊണ്ടു നടന്ന് ആവശ്യ സമയത്ത് നമ്മുടെ തലനോക്കി അടിച്ചു. അടി വരുന്നതിന് മുമ്പ് മാറിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഈ കുരലുകൾ കേട്ടപ്പോ എനിക്ക് തോന്നി, ഈശ്വര, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ടിരിക്കുന്നു, ഇന്നാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിലും. ഓക്കെ സാർ, ഓക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതുകൂടെ ഒന്ന് പറയും സാറിനൊരു. സാർ, രണ്ട് വാചകങ്ങളിൽ ഒതുക്കാം നമുക്ക്. മഹാത്മജി ഈ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിശബ്ദമായ സത്യാഗ്രഹത്തിലൂടെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ജനതയെ രക്ഷിച്ച, ഒരു രാഷ്ട്രത്തെ രക്ഷിച്ച ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയത് തൻ്റെ കൈക്കുമ്പിളിൽ, തൻ്റെ ശത്രുവിന്റെ കൈക്കുമ്പിളിൽ ഒതുക്കി വെച്ച തോക്കിൽ നിന്ന് ഉതിർന്നു വീണ 3 ഉണ്ടകളായിരുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ സ്നേഹിക്കുകയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഉറക്കെ പറയുകയും ചെയ്ത ആ മഹത് വ്യക്തിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. തെറ്റായ ധാരണയുടെ റിസൾട്ട്. ആ ശത്രു ആ പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ആ അവസ്ഥയിൽ, അതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് നിന്ന് എത്തുന്ന ആളായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഇടതും വലതും 2 സ്ത്രീകളാണ് അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നത്. അതിൽ ഒരാൾ ചോദിച്ചു,
നമുക്ക് പ്രാർത്ഥന, അയ്യോ സമയം വൈകിയോ എന്ന് ചോദിക്കുകയും അദ്ദേഹം കൂടെ ഒരു വാക്കുകൂടെ പറഞ്ഞു, ഈശ്വരൻ അനുവദിച്ചാൽ നമുക്കതെല്ലാം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണോ അങ്ങനെ ഒരു മറുപടി കൊടുത്തത്? സാധാരണ പോകുന്ന വഴിയിലൂടെ അല്ല ആ പ്രാർത്ഥനാ യോഗത്തിന് അദ്ദേഹം എത്തുന്നത്. യോഗത്തിലെത്തി ഇരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഗോഡ്സെയുടെ കയ്യിൽ നിന്ന് ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത്. മനുഷ്യനെ സ്നേഹിക്കുന്ന ആ വ്യക്തി 2 വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ, ഹേ റാം. ആ വ്യക്തി വെടിവെക്കാൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയില്ലാതെ ആ സമയത്ത് ഇത് ഉപയോഗിക്കാമെന്നായിരുന്നു. പക്ഷെ സമയം വൈകുന്നു, ഓരോ പ്രശ്നവും തിക്കും തിരക്കും കൂടുന്നു, തന്റെ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന് ഗോഡ്സെയുടെ ചിന്ത ആ ഭാഗത്ത് നിന്ന് തന്നെ തകർക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം കുനിഞ്ഞു. അപ്പൊ തന്റെ കൈ തൊട്ട് തന്നെ ഉണ്ടായിരുന്ന പൂജാദ്രവ്യങ്ങൾ പിടിച്ചിരുന്ന ആ വനിതകളുടെ കയ്യിൽ നിന്ന് പാത്രം തെറിച്ചു പോയിരുന്നു. അതെടുക്കാൻ കുനിയുകയാണെന്ന് വിചാരിച്ചു എങ്കിലും രക്തസ്രാവം കൊണ്ടാണ് മനസ്സിലായത് ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണെന്ന്. ഞാൻ നീട്ടുന്നില്ല. രാജ്യം ഇന്ന് ഹൃദയ വേദനയോടെയാണ് അദ്ദേഹത്തിന്റെ ആ മരണം ഉൾക്കൊള്ളുന്നത്. ആ മരണം നമ്മളെ വേദനിപ്പിക്കുന്നു. 47-ൽ സ്വാതന്ത്ര്യം കിട്ടി, 48-ൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ ഒരു അന്ത്യം. നമുക്ക് സ്വാതന്ത്ര്യം തന്ന ശേഷം അധികാരമേക്കാൻ പലപ്പോഴും നിർബന്ധിച്ചിരുന്ന മറ്റുള്ളവർ ഈ 2 രാഷ്ട്രങ്ങളായി മാറ്റിയപ്പോൾ ഹിന്ദുവും മുസൽമാനും അക്കരെ ഇക്കരെ കടന്നു പോകുമ്പോൾ കൊന്നു കൊലവിളിച്ച് രക്തമൊഴുക്കിയിട്ടാണ് പോയത്. ആ കാഴ്ച ആ മനുഷ്യ സ്നേഹിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഹൃദയവ്യതയോടുകൂടിയാണ് അദ്ദേഹം മുന്നോട്ട് ഓരോ നിമിഷവും പോയിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭാരതീയന്റെ കയ്യിൽ നിന്ന് അന്ത്യം ലഭിക്കുകയാണ് ഉണ്ടായത്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ആ മനുഷ്യനെ ഉള്ളിലൊന്ന് ധ്യാനിക്കാം. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. അത്രയും അൻപനായ, ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയുടെ സ്മരണ കൂടി നമുക്ക് നിലനിർത്താം. ജയ് ഭാരത് എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു ദിവസമാണ് സാർ. ഇന്നത്തെ ശരിക്കും തിരുക്കുറലിന് പകരം ഈ സെഷൻ വെക്കണമെന്ന് സാറ് പറഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിപ്പോയി. അതാണ് പറ്റിയത്. എനിവേ താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ നമ്മൾ നേരത്തെ 8:30 ആയിട്ടുള്ളൂ. യെസ്, ആർക്കെങ്കിലും പറയണേ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നരേന്ദ്ര സാർ അടുത്ത ആഴ്ച കാണാം. ശാന്തി മാം താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയാം. നരേന്ദ്ര സാർ പറഞ്ഞ പോലെ മനസ്സിൽ മഹാത്മാജിയുടെ ഓർമ്മകളും നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. സീ യു. ബൈ.